എല്ലാവർക്കും നമസ്കാരം. ഒരു കുടക്കീഴിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയുടെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്ന കർണാടകയിലെ കൂർഗിലേക്കാണ് ഇന്നത്തെ യാത്ര. മലനിരകൾ മുതൽ നിത്യഹരിത മഴക്കാടുകൾ വരെയുള്ള മനോഹരമായ ഭൂപ്രകൃതിയുള്ള കൂർഗ് അഥവാ കുടകിലേക്ക് ഒരു ബൈക്ക് യാത്രയാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. പട്ടാമ്പി പെരിന്തൽമണ്ണ വഴി മഞ്ചേരിയിലെത്തിയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ശേഷം അരീക്കോട്, മുക്കം, താമരശ്ശേരി ചുരം കയറി വൈത്തിരി, കൽപ്പറ്റ, മാനന്തവാടി, തോൽപ്പെട്ടി. തോൽപ്പെട്ടിയിലാണ് പ്രശസ്തമായ കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട. ഒരു പ്രത്യേക ടേസ്റ്റുള്ള ഈ ഉണ്ണിയപ്പവും വാങ്ങിയിട്ടാണ് ഞങ്ങൾ പോയത്. വലിയ ഈ ഉണ്ണിയപ്പം ഒരെണ്ണത്തിന് 6 രൂപയേ വിലയുള്ളൂ. മുൻപ് ഇതിലെ പോയപ്പോൾ അന്ന് ഉണ്ണിയപ്പം കഴിഞ്ഞതിനാൽ ഞങ്ങൾക്ക് വാങ്ങാൻ സാധിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് കൂർഗിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഉണ്ണിയപ്പം വാങ്ങിയത്. തോൽപ്പെട്ടിയിൽ ധാരാളം ഹോംലി ഫുഡ് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെ നിന്ന് ലഞ്ചും കഴിച്ച് വീണ്ടും യാത്ര തിരിച്ചു. പോകുന്ന വഴി ധാരാളം മാനുകൾ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ടായിരുന്നു. വീഡിയോ എടുത്തെങ്കിലും വീഡിയോ ഓൺ ആക്കാൻ മറന്നതിനാൽ എടുത്തൊന്നും ലഭിച്ചില്ല. ബിസിനസ് സെൻ്ററായ ഗോണിഖോപ്പൽ എത്തിയപ്പോഴേക്കും ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞു. ഞങ്ങൾ മടിക്കേരിയിലാണ് റൂം ബുക്ക് ചെയ്തതെങ്കിലും നല്ല വെയിൽ കാരണം ബൈക്ക് യാത്ര ബുദ്ധിമുട്ടായതിനാൽ ഗോണിഖോപ്പയിൽ തന്നെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഇവിടെ നിന്നും 35 കിലോമീറ്റർ അകലെയുള്ള ദുബാരെ എലിഫന്റ് പാർക്ക് കാണുവാനായി പോയി. കാവേരി നദിയുടെ തീരങ്ങളെല്ലാം തന്നെ പേര് കേട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. ദുബാരെ അതിലൊന്നു മാത്രം. ടിബറ്റൻ സെറ്റിൽമെൻ്റായ കുശാൽ നഗറിന് അടുത്തായാണ് ദുബാരെ സ്ഥിതി ചെയ്യുന്നത്. മടിക്കേരിയിൽ നിന്നാണെങ്കിൽ 30 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അക്കരെയാണ് എലിഫന്റ് പാർക്ക്. വെള്ളം അധികം ഇല്ലാത്തതിനാൽ നടന്നു പോകാൻ സാധിക്കും. മഴക്കാലമാണെങ്കിൽ ബോട്ടിലൂടെ പോകാം. കർണാടക വനംവകുപ്പും കർണാടക സർക്കാരിൻ്റെ കീഴിലുള്ള ജംഗിൾ ലോഡ്ജ് ആൻഡ് റിസോർട്ടും ചേർന്നാണ് ദുബാരയിലെ എലിഫന്റ് ക്യാമ്പ് നടത്തുന്നത്. പ്രഗത്ഭരായ ആനപ്പാപ്പാന്മാരുടെ നേതൃത്വത്തിൽ പരിശീലനം ലഭിച്ച ആനകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനകളെ വെറുതെ കാണുന്നതിനു പകരം ആനകളെ കുളിപ്പിക്കാനും തീറ്റ കൊടുക്കാനും ആനപ്പുറത്ത് കയറാനും സഞ്ചാരികളെ അനുവദിക്കും എന്നതാണ് ഈ ക്യാമ്പിൻ്റെ എടുത്തു പറയേണ്ട പ്രത്യേകത. ഇവിടെ സഞ്ചാരികൾക്ക് ആനപ്പുറത്ത് കയറാനുള്ള അവസരവുമുണ്ട്. ഇവിടെ ടൈമിംഗ് രാവിലെ 9 മുതൽ 11 വരെയും വൈകുന്നേരം 4:30 മുതൽ 5:30 വരെയുമാണ്. ഇവിടെ നിന്ന് പരിശീലനം ലഭിച്ച ആനകളാണ് മൈസൂർ ദസറയുടെ അവസാന നാളിലെ ജംബൂ സവാരിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ ഹോഴ്സ് റൈഡിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യവുമുണ്ട്. ശേഷം ഞങ്ങൾ പോയത് ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള ചിക്ലി ഹോളെ റിസർവോയറിലേക്കാണ്. കുശാൽ നഗർ, മടിക്കേരി എന്നിവിടങ്ങളിൽ നിന്നും ഏകദേശം 15 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. കാവേരി നദിയുടെ കൈവഴികളിലൊന്നിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ വിസിറ്റിംഗ് ടൈം രാവിലെ 8 മുതൽ വൈകുന്നേരം 5 വരെയാണ്. ഇളനീരും മറ്റും ലഭിക്കുന്ന ചെറിയൊരു ഷോപ്പ് മാത്രമേ ഇവിടെയുള്ളൂ. അവിടെ നിന്നും ഞങ്ങൾ പോയത് 11 കിലോമീറ്റർ അകലെയുള്ള ബെച്ച്നഹള്ളി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനാണ്. ഹേമാവതി നദിക്ക് കുറുകെയുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. നടപ്പാതയായി മരപ്പലകൾ ഉപയോഗിച്ച് കയറുകളും കേബിളുകളും ഉപയോഗിച്ചാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഹേമാവതി നദിയും അതിനെ ചുറ്റിപ്പറ്റിയുള്ള പച്ചപ്പും ഉൾപ്പെടെ ചുറ്റും പ്രകൃതിയുടെ അതിശയകരമായ കാഴ്ച ഇവിടെ കാണാം. ശേഷം ഇവിടെ നിന്നും 300 മീറ്റർ അകലെയുള്ള നിസർഗധാമ പിക്നിക് സ്പോട്ട്. കാവേരി നദിയാൽ ചുറ്റപ്പെട്ട് ഏകദേശം 64 ഏക്കർ വിസ്തൃതിയിൽ പരന്നുകിടക്കുന്ന ഒരു ചെറിയ ദ്വീപാണ് നിസർഗധാമ. മടിക്കേരിയിൽ നിന്ന് 30 കിലോമീറ്ററും കുശാൽ നഗറിൽ നിന്ന് 3 കിലോമീറ്ററും ദൂരമുണ്ട്. നിസർഗധാമ ഫോറസ്റ്റ് പാർക്ക് ടൈമിംഗ് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെയാണ്. ഇതിനുള്ളിലേക്ക് കയറിയാൽ ഫുഡ് ഐറ്റംസ്, ഫാബ്രിക്, സ്റ്റേഷനറീസ് എന്നിവ ലഭിക്കുന്ന ധാരാളം ഷോപ്പുകൾ കാണാം. ഇവിടെ ഇഷ്ടമുള്ളവർക്ക് അഡ്വഞ്ചർ റൈഡിംഗ് നടത്താം. ഇവിടെയുള്ള ബാംബു ഫോറസ്റ്റ് കാണാൻ തന്നെ വളരെ രസമാണ്.
പടവ ഫീമെയിൽ ട്രഡീഷണൽ ഡാൻസും ഗൗഡ കമ്മ്യൂണിറ്റിയുടെ ട്രഡീഷണൽ ഡാൻസും കൊത്തിവെച്ച ശില്പങ്ങൾ ഇവിടെ കാണാം. ഇവിടെ ഡിയർ പാർക്കുണ്ട്. ആവശ്യക്കാർക്ക് ഇവിടെ ബോട്ടിംഗ് നടത്താനുള്ള സൗകര്യവുമുണ്ട്. ബേർഡ് പാർക്കുണ്ട്. ചെറുതും വലുതുമായ ധാരാളം വെറൈറ്റി പക്ഷികൾ ഇവിടെ കാണാം. അവയ്ക്കൊക്കെ നമുക്ക് തീറ്റ കൊടുക്കാനും സാധിക്കുന്നതാണ്. ഇവിടെയും സിപ്പ് ലൈൻ തുടങ്ങി പല അഡ്വഞ്ചർ റൈഡുകളും ഉണ്ട്. ശേഷം ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള ടിബറ്റൻ മൊണാസ്ട്രിയായ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോയത്. പോകുന്ന വഴി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിച്ചിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടിബറ്റൻ സെറ്റിൽമെൻറ്റുകളിലൊന്നാണ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന നാംഡ്രോലിംഗ് മൊണാസ്ട്രി. കുടക് ജില്ലയിലെ കുശാൽ നഗറിൽ നിന്ന് 5 കിലോമീറ്റർ അകലെ ബൈലക്കുപ്പയിൽ സ്ഥിതി ചെയ്യുന്ന സുവർണക്ഷേത്ര സമുച്ചയത്തിൽ ഏകദേശം 16,000 അഭയാർത്ഥികളും 600 സന്യാസിമാരും വസിക്കുന്നു. നാംഡ്രോലിംഗ് മൊണാസ്ട്രിയുടെ പ്രധാന കവാടം ബുദ്ധമതത്തിൻ്റെ പ്രതീകങ്ങൾ ചിത്രീകരിക്കുന്ന ചക്രമുള്ള ആകർഷകമായ 4 നില ഗോപുരമാണ്. ക്ഷേത്രത്തിനുള്ളിലെ പ്രധാന ആകർഷണം 40 അടി ഉയരമുള്ള സ്വർണം പൂശിയ ബുദ്ധപ്രതിമകളാണ്. പത്മസംഭവ, ബുദ്ധൻ, അമിതിയാസ് എന്നിങ്ങനെ 18 മീറ്റർ ഉയരമുള്ള ബുദ്ധൻ്റെ 3 പ്രതിമകളാണിത്. ക്ഷേത്രങ്ങളുടെ ചുമരുകൾ ടിബറ്റൻ ബുദ്ധ പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെ ചിത്രീകരിക്കുന്ന മനോഹരമായ ചിത്രങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. മൊത്തത്തിൽ ക്ഷേത്രത്തിൻ്റെ ആന്തരികവും ബാഹ്യവുമായ വാസ്തുവിദ്യ വർണ്ണാഭമായതും മനോഹരവുമാണ്. ഗോൾഡൻ ടെമ്പിൾ വിസിറ്റിംഗ് ടൈം രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെയാണ്. കൂർഗിലെ ഒരു പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഈ ഗംഭീര മൊണാസ്ട്രി 1963 ദ്രുബ്വാങ് പത്മ നോർബു റിംപോച്ചെ സ്ഥാപിച്ചതാണ്. ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ വംശപരമ്പരയായ നൈൻഗിമാംപയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ടീച്ചിങ് സെൻ്ററാണ്. സംഘസമുദായത്തിൽപ്പെട്ട 5000-ലധികം സന്യാസിനിമാർ ഇവിടെ വസിക്കുന്നു. ഇവിടെയും ധാരാളം കഫേകളും ഷോപ്പിംഗ് സെൻ്ററുകളും ഉണ്ട്. ഇവിടെ നിന്നും 39 കിലോമീറ്റർ അകലെയുള്ള അബി വാട്ടർഫോൾസ് കാണാനാണ് പിന്നെ പോയത്. കർണാടകയിലെ മറ്റ് വാട്ടർഫോൾസുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഉയരം കൂടുതലാണ്. 200 പടികൾ ഇറങ്ങി വേണം ഈ വാട്ടർഫോൾസിന് അടുത്തെത്താൻ. മനോഹരമായ ഈ കാഴ്ച കണ്ട് അവിടെ തന്നെ നിൽക്കുവാനാണ് തോന്നിയത്. മഴക്കാലത്തായിരുന്നെങ്കിൽ വളരെ രസമാകുമായിരുന്നു. പാറക്കെട്ടിലൂടെ ഒഴുകിയ ശേഷം അബി വാട്ടർഫോൾസ് അതിൻ്റെ പോഷക നദികളിലൊന്നായി കാവേരി നദിയിൽ ലയിക്കുന്നു. അവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള ഓംകാരേശ്വര ക്ഷേത്രത്തിലേക്കാണ് പിന്നെ പോയത്. മടിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം 1820 ലിംഗ രാജേന്ദ്ര രണ്ടാമൻ രാജാവ് നിർമ്മിച്ചതാണ്. ഐതിഹ്യമനുസരിച്ച് ഒരു ബ്രാഹ്മണനെ കൊന്ന പാപത്തിൽ നിന്ന് സ്വയം മോചനം നേടാനാണ് രാജാവ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ആത്മീയ നഗരമായ കാശിയിൽ നിന്ന് ശിവലിംഗം കൊണ്ടുവന്ന് ഓംകാരേശ്വര എന്ന് നാമകരണം ചെയ്ത് ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. ഗോഥിക് ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ അതുല്യമായ മിശ്രിതമാണിത്. ഇതിൻ്റെ 4 മൂലകളും 4 ഗോപുരങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ശേഷം അവിടെ നിന്നും 1 കിലോമീറ്റർ അകലെയുള്ള മടിക്കേരിയിലെ രാജാ സീറ്റ് ഗാർഡൻ 1600 മുതൽ 1834 വരെ 200 വർഷത്തോളം കർണാടക ഭരണാധികാരികളായിരുന്ന കുടകിലെ രാജാക്കന്മാരും രാജ്ഞിമാരും ഉപയോഗിച്ചിരുന്ന സ്ഥലമാണിത്. പ്രകൃതി ദൃശ്യങ്ങൾക്ക് പേരുകേട്ട ഈ ഗാർഡൻ രാജാക്കന്മാരുടെ പ്രിയപ്പെട്ട വിനോദസ്ഥലമായിരുന്നു. വിവിധ ഇനം പുഷ്പങ്ങളും അവ കൊണ്ടലങ്കരിച്ച പല രൂപങ്ങളും നിറഞ്ഞ രാജാ സീറ്റ് ഗാർഡനിൽ വിവിധ തരം അഡ്വഞ്ചർ ഗെയിംസും ഉണ്ട്. മ്യൂസിക്കൽ ഫൗണ്ടൻ വൈകുന്നേരം 7 മണിക്ക് ശേഷമാണ് സ്റ്റാർട്ടാവുക. മനോഹരമായൊരു വ്യൂ പോയിന്റും ഇവിടെയുണ്ട്.
നിത്യഹരിതവനങ്ങൾ, കുന്നുകൾ, കാപ്പിത്തോട്ടങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയുടെ പ്രകൃതി സൗന്ദര്യം കാരണം കോർഗിനെ പലപ്പോഴും സ്വർഗത്തിൻ്റെ ഒരു ചെറിയ കഷ്ണം, പീസ് ഓഫ് ഹെവൻ എന്ന് വിളിക്കാറുണ്ട്. കൂർഗിലെ മനോഹരമായ മറ്റു സ്ഥലങ്ങൾ ഇനിയൊരിക്കൽ കാണാമെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ കൂർഗിനോട് യാത്ര പറഞ്ഞു.